നമ്മൾ പറയുന്ന പോലത്തെ ഒരു ഓമനത്വത്തോടു കൂടിയാണ് എല്ലാവരും അനുവിനെ ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിലത്തെ സീക്രട്ട്? പറഞ്ഞു തരാം. ആരാ പറഞ്ഞേ? അത് എല്ലാരും പറഞ്ഞു. അല്ല, എല്ലാരും അനുവായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും പറയാനുള്ളത് ഒരേ അഭിപ്രായം. ഇപ്പം പരിചയപ്പെടുമ്പോ എല്ലാവരായിട്ടും ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരാ എല്ലാവരായിട്ടും. അതുകൊണ്ട് ഞാൻ നിൽക്കുന്ന സമയത്ത് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക്. ഞാൻ സന്തോഷിക്കുന്നേക്കാളും കൂടുതൽ അവരെ സന്തോഷിക്കണം, ഞാൻ കാരണം അവർ ചിരിക്കണം, അങ്ങനെയൊക്കെയാണ് എനിക്ക് ആഗ്രഹം. അങ്ങനെ അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അവരെ കൂടുതൽ ഞാൻ എന്താ പറയുക, സ്നേഹിക്കും, പിന്നെ സേഫായിട്ട് നിർത്തും. അതൊക്കെ ഏതൊരു ജാട പിടിച്ചിരിക്കുന്ന ഒരാളാണെങ്കിലും ഉള്ളില് ഭയങ്കര പാവാ. പിന്നെ അവരുടെ എന്താ പറയണ്ടേ, സ്റ്റാൻഡേർഡ് വിട്ട് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നവരാണ് ഇവരെല്ലാവരും. ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, പൊതുവെ കാണുന്നവരെല്ലാവരും. നമ്മളെ അറിയാമെങ്കിലും അറിയില്ല എന്ന് പറയുന്നവരുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ഇത് അനുമോളാണ്, അറിയാമോ? അനുമോളില്ല, അറിയില്ല. ഓക്കെ. അപ്പോൾ പറയും, ഇത് സ്റ്റാർ മജിയിലെ കുട്ടി. ഓക്കെ, ഞാൻ അങ്ങനെ TV പ്രോഗ്രാം ഒന്നും കാണാറില്ല, ഞാൻ TV അങ്ങനെ കാണാറില്ല, ബിസിയാണ്. ഞാൻ പിന്നെ ഒന്നും മൈൻഡ് ചെയ്യില്ല, സാരമില്ല, ഞാൻ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ലല്ലോ. അവർ പിന്നെ ഞാൻ കാണുന്നതെന്നറിയാവോ, കുറച്ച് ഗ്യാങ് ആയിട്ട് നിൽക്കുമ്പോൾ, ഒരു സർക്കിളിനകത്ത് കുറച്ച് പേരായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഇവരൊറ്റ, നമ്മൾ ഇത്രയായിരിക്കും ഒരു കെട്ട്. അപ്പൊ ഇവരെന്തായി നോക്കി നിൽക്കാനേ അവർക്ക് പറ്റുള്ളൂ. അറിയില്ലല്ലോ, ഞാൻ അവിടെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, ഇവർ എൻജോയ് ചെയ്യുന്നു. ഇവര് നോക്കുമ്പോൾ അറിയില്ലല്ലോ. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ മിണ്ടിക്കോളും. അങ്ങനെ ഇതൊക്കെ വെറുതെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്നതാണ്.